ഹലോ. അപ്പം നമ്മൾ ഇന്ന് ക്ലേ വെച്ചിട്ടൊരു ട്രിങ്കറ്റ് ട്രേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ക്ലേ ട്രിങ്കറ്റ് ട്രേ ഉണ്ടാക്കിയതിൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. എന്നാലും നമ്മൾ പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം നമ്മൾ പുതിയ ക്ലേ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് മുറിച്ചെടുത്ത് ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചപ്പാത്തി പരത്തുന്ന സാധനം കൊണ്ട് നമ്മൾ പരത്തിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു ബോൾ വെച്ചിട്ട് റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ട് അതിൻ്റെ സൈഡ്സ് എല്ലാം ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഷേപ്പാക്കി ജസ്റ്റ് വെള്ളം വെച്ചിങ്ങനെ തൊട്ട് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ഷേപ്പായി വരും. എന്നിട്ട് സൈഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ക്ലേ നീളത്തിൽ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിന് വേണ്ടി ക്ലേ രണ്ടായിട്ട് ഉരുട്ടിയത് രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വെച്ച് കൊടുത്തിട്ട് ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഗ്രൂവ് ഫോം ചെയ്യും. അതിൽ വെള്ളം തൊട്ട് തന്നെ ഗ്രൂവ് ഫോം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലേയുടെ ടൂൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ആ ഗ്രൂവ് ഒന്ന് ഫോം ചെയ്തിട്ട് ഈ സൈഡ് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഒരു ദിവസം ഫുള്ള് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ ഈ സൈഡിൽ വെച്ചത് ജസ്റ്റ് ഒന്ന് ജോയിൻ ആവാൻ വേണ്ടി ഞാൻ എഗെയിൻ ഒരു കുഞ്ഞ് പീസ് അവിടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് രണ്ടും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതൊരു ഫുൾ ഡേ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉണക്കിയതിന് ശേഷം എടുത്തിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ഫോമാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ ബേസ് കോട്ടായിട്ട് വൈറ്റ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ 3 കളറാണ് മെയിൻ കളേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഉള്ളിലൊരു ഓഫ് ക്രീം പേസ്റ്റൽ കളറും അതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് മഞ്ഞയും പിങ്കും ആണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഒരു സ്ട്രാൻഡിൽ മഞ്ഞയാണെങ്കിൽ അടുത്തതിൽ പിങ്ക്, അങ്ങനെയാണ് നമ്മൾ കളർ ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ വാർണിഷ് ഇല്ലാത്തതുകൊണ്ട് ഗ്ലൂ വെച്ച് തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ആക്കി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി.